എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റിനായിട്ടാണ് വന്നേക്കണത്. മൈൻക്രാഫ്റ്റിലെ ക്രാഫ്റ്റ്സ്മാനായിട്ടാണ് വന്നേക്കണത്. സോ ഇന്ന് നമുക്ക് എങ്ങനെ ആർമർ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കണം മെയിനായിട്ട്. സോ അതിൻ്റെ പണിയിലോട്ട് ഫസ്റ്റ് നേരെ നമുക്ക് പണിയിലോട്ട് തന്നെ കയറാം. എന്താ പറയുക, നമുക്കിപ്പോൾ എവിടെയാണ് മൈനിങ് ഏരിയ ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ ഒരു സംശയം. നമ്മുടെ വീടിനടിയിൽ തന്നെ ഉണ്ടാക്കണത് എൻ്റെ താഴോട്ട് കുറിച്ച് പോയാലും മതി. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മൈനിങ് ഏരിയ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. പെട്ട് തുടങ്ങിയില്ല വീഡിയോ, അപ്പോഴേക്കും ക്രീപ്പറെല്ലാം എടുത്തു തുടങ്ങി. ഓക്കെ, ഈ ഒരു സംഭവം വരെയൊക്കെ വെക്കട്ടെ. അപ്പോഴേക്കും തുടങ്ങിയാലൊക്കെ എൻ്റെ കേട്ടും ചെയ്യുന്നു. പൊളിച്ച് നല്ല കാര്യം. എനിക്ക് കൂടെ ഉണ്ടാവില്ലേ? സോ ഞാൻ ഇവിടെ മൊത്തമാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട പണിയുടെ എടുക്കാം. സോ എന്താണ്, നമുക്കറ്റ കുറേ വുഡ് വേണം. അതിന് ഒരു മൈനിങ്ങിൻ്റെ കുറേ വുഡ് വേണം. വുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, കാണുന്നത് ഇവിടെ. 27 വുഡ് ഗൈസ്, 27 വുഡുണ്ട്. നമുക്കിനി ഇതിന് നമുക്ക് നല്ല വുഡില്ലേ, ഫുള്ള് അങ്ങോട്ട് പ്ലാങ്ക്സ് ആക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലാഡറാണ് ഗൈസ്. ലാഡർ കുറേ സ്റ്റിക്സ് ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ലാഡർ ഉണ്ടാക്കിയില്ലല്ലോ. ലാഡർ 99+. ഓക്കെ, കുറേ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ. ഓക്കെ, നമ്മൾ ഒരു സ്റ്റാക്കും 50 ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും കുഴി തുടങ്ങണം. നമുക്കിനി ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങേണ്ടത്? അതിന് മുമ്പ് വേറെ ആരും കൂടി ചെയ്യണം ഗൈസ്. ടോർച്ച് വേണം, അത് എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനമാണ്. നല്ല കാര്യം. എന്തായാലും ഇപ്പോൾ ഉള്ള സ്റ്റിക്സ് വെച്ചിട്ട് പറ്റണത്രയും ടോർച്ച്, 24 ടോർച്ച്. ഓക്കെ, 24 ടോർച്ചിന് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് കുഴിച്ചിറങ്ങേണ്ടത്? വീട്ടിൽ നിന്ന് തന്നെ കുഴിച്ചിറങ്ങണോ അതോ പുറത്തുനിന്ന് വേറെ എവിടെയും കുഴിച്ചിറങ്ങണോ? ഇപ്പം നമുക്ക് ടെമ്പററി ആയിട്ട് എന്നൊരു കാര്യം ചെയ്യാം. ഇപ്പം നമുക്ക് ചുമ്മാ ഒരു സ്റ്റെയർ കേസ് പോലെ താഴ്ത്തിട്ടാണ് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അയണല്ല ആവശ്യം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, മറ്റെങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ തന്നെ വേണ്ടി കുഴിച്ച് തുടങ്ങാം. അത് നമുക്ക് സ്റ്റോണിൽ എവിടെ? അതിന് മുമ്പ് ലൈറ്റ് കുറവാണോ? ഇപ്പം തന്നെ ടോർച്ച് വെക്കണോ? പണ്ടാരം തന്നെ നമുക്ക് ടോർച്ച് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. മൈനിങ് തുടങ്ങാം. ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് മൈൻ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ കുഴിച്ച് വരികയായിരുന്നു. അപ്പോൾ നേരെ കുളം. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ആ സൈഡിൽ കൂടെ ഒന്ന് കുഴിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞു ഗൈസ്. സോ ഇനി നമുക്കിനി ക്ലോസ് ആയിട്ട് വേറെ സ്ഥലത്തോട്ട് പോവാം. അല്ലാതെ വേറെ വഴിയില്ല. ഇത്തരം മൈൻഡ് ചെയ്ത് നിർത്തി. വേറെ കാര്യം, ഇനിയിപ്പോൾ ഇവിടെ സ്പോണാവാനും ചാൻസ് ഉണ്ട്. അതും വേറെ പ്രശ്നമാണ്. മറന്നു ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യണില്ല. എന്തായാലും ഇവിടെ സ്പോണാവും.
നമുക്ക് ആ ഒരു പ്ലാങ്ക്സ് എടുത്തേക്കാം. അപ്പോൾ ഇവിടെ നടക്കൂല മൈനിങ്, വേറെ എവിടെയെങ്കിലും മൈനിങ് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മറ്റേ ഇത് തന്നെ ചെയ്യാം, അല്ലാതെ പറ്റൂല. സോ എന്തായിരുന്നു ചെയ്യാമെന്നല്ലോ. ആ ഇതെൻ്റെ ഇതെവിടെ ബെഡ് അതിനൊരു ബെഡ് എടുക്കാം. എന്നിട്ട് എന്തായാലും സ്പോണേരി ഇവിടെ തന്നെ ഉണ്ട്, നമുക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമായിട്ടൊരു ഇതാണ്. അപ്പോൾ എന്നാലും കുറച്ച് മാറി വെള്ളത്തിന് സ്ഥലം കുറച്ച് മാറിയിട്ട് നമുക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. കുറച്ച് മാറി നമുക്ക് ഒരു വെള്ളത്തിൻ്റെ അവിടെ ആകുമ്പോൾ കുറച്ച് പാടാണ്. ഇവിടെയൊക്കെ ചെയ്യാം, ആയിരിക്കും നല്ലത്. കുറച്ച് അപ്പുറത്താണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. സോ തുടങ്ങാം. ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുഴി വെച്ചിട്ടാണ്. ഇങ്ങനെ 2 കുഴി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ നടുക്ക് നമുക്ക് വയ്ക്കാം. നമ്മളിങ്ങനെ നേരെ കുഴിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇതില്ലെങ്കിൽ, അതായത് നമ്മൾ നേരെ കുഴി താഴെ പോകുന്നതിനേക്കാളും നല്ലല്ലേ ഇങ്ങനെ 2 സൈഡ് കുഴിക്കണേ. ഒരു സൈഡിൽ നമുക്ക് ലാറ്ററും വെച്ചു, ഇരുട്ടാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ മറ്റേതും ചെയ്യാം. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒന്ന് കയറി വന്നു അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് ഇവിടെ ഇതിൽ ബ്ലോക്ക് എടുത്തടയ്ക്കാണ്. ബ്ലോക്ക് വെച്ചടയ്ക്കാം. ഇവിടെ ഒരു ടോർച്ച്, മറ്റിവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം. കുഴപ്പമില്ല, കാരണം എവിടെന്നെങ്കിലൊക്കെ ചാടി വരും ഗൈസ്, പറയാൻ പറ്റില്ല. അതിന് കുടുങ്ങുമെന്നാണ് ഒരു സംശയം. ഞാൻ ഇതിലത്ര പ്രോ അല്ല, കളിക്കണതിൽ പ്രോ അല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ കളിക്കണതിൽ പ്രോ അല്ല. പൊട്ടിക്കാൻ പറ്റുമല്ലോ അല്ലേ, പൊട്ടിക്കാനൊക്കെ പറ്റുമല്ലോ, കുഴപ്പമില്ല. നമുക്കിനി കുറേ വെച്ച് പോവാം. ഒരു സംഭവം എടുക്കാൻ മറന്നു പോയി. വാട്ടർ ബക്കറ്റ് അല്ല വാട്ടർ ബക്കറ്റ് അല്ല വാട്ടർ ബക്കറ്റ്. നമുക്ക് മറ്റേ ഇത് വെക്കാനുള്ളായിരുന്നു, നമുക്ക് താഴെ വെള്ളം വെക്കാനുള്ളായിരുന്നു. ഇതെടുത്താലോ? ഇപ്പോൾ രാത്രിയാണോ രാവിലെ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. സോ ഞാൻ എന്തായാലും ഇങ്ങനെ കുറച്ച് നേരം മൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം ഗൈസ്. എന്തെങ്കിലും ഒരു അയണോ അങ്ങനത്തെ ഒരു സാധനം കണ്ടാൽ നിങ്ങളെ കാണിക്കാം. കുറച്ച് സമയം എടുക്കും, നമുക്ക് ബോറായിപ്പോവും. സോ മൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ കുഴിച്ചു വരുമ്പോൾ എനിക്കൊരു സംഭവം കിട്ടില്ല, ലാപ്പിസ് ലസൂലി. നമുക്ക് സ്റ്റോൺ വാങ്ങിക്കാൻ പറ്റില്ലേ? എന്തായാലും വെറുതെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെള്ളമുണ്ട് ഗൈസ്, വെള്ളമുണ്ട്. മിനിറ്റ് എന്തെങ്കിലും വെച്ചൊക്കെ മൂടാം. ഓക്കെ, 2-3 ഇതെടുക്കായിരുന്നു. ഞാൻ വെറുതെ കുറച്ചെടുത്തുള്ളൂ, മറ്റേ പിക്കാക്സ്. സോ അത് പെടാൻ ചാൻസ് ഉണ്ട്. സാരല്ല, പിന്നെ വീണ്ടും കുഴിക്കും ഗൈസ്, വീണ്ടും കുഴിച്ചിടണം. സോ ഗൈസ് അവിടെ പിക്കാക്സ് അങ്ങനെ പൊട്ടി. സോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരെ മുകളിൽ പോവാം. അങ്ങനെ പറ്റുള്ളൂ. അതിന് മുമ്പ് ഇതിപ്പോൾ നൈറ്റ് ആണോ എന്നുള്ളൊരു കാര്യം നോക്കണം. കിടന്ന് ആദ്യം നൈറ്റായിരുന്നു ഗൈസ്. ഭാഗ്യം കിടന്ന് ഉറങ്ങി നന്നായി. സത്യം പൊടിച്ചെടുക്കാം. ഒരു ടോർച്ച് വെച്ചിട്ട് നമുക്ക് ലാഡർ വെച്ചിട്ട് ഒരു 2-3 പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ മൈൻഡ് ചെയ്തിട്ട് പിന്നെ കാണിക്കാൻ ബാക്കി. ഗൈസ് ഞാൻ പിന്നെ കുഴിച്ച് ഒരു പെട്ടു ഗൈസ്, ഞാൻ പെട്ടു. എൻ്റെ പൊന്നെ, ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഒരു കേവാണ് ഗൈസ്. മറ്റേ ഒരു കേവിൻ്റെ അകത്തുള്ള വെള്ളമില്ല, അതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഇതുണ്ടാകും, ഒരു സൗണ്ട് പോലെ ഉണ്ടാകും, നിങ്ങൾ ക്ഷമിക്കണം.
കാരണം അത് ഇവിടെ ഭയങ്കര ചൂടാണ് കേസ്. AC-ൻ്റെ സൗണ്ട് ഉണ്ടത്, ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നു. സോ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. നേരെ ഇവിടുന്ന് നേരെ വേറെ ഡയറക്ഷനിലോട്ട് പോകണം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറിച്ചും പിടിച്ചിട്ട് പോട്ടെ. ഇനിയല്ലോ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി ഇൻട്രോ എടുത്താണ്. നേരെ കണ്ട് പോകണം. ഇവിടെ ആണല്ലോ, ഇവിടെ അല്ലേ ഇത്? അതാ ഞാൻ ബ്രെഡ് എടുത്തു. ഇതാണ് ആ ഒരു കുഴി. എൻ്റെ പൊന്നെ, ഇവിടെ നല്ല കുഴി ഉണ്ടായിരുന്നു. ഞാൻ നേരെ അങ്ങോട്ട് പോകും പൊടിയില്ലേ. സോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കരുവില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേറെ ഡയറക്ഷനോട്ട് പോകേണ്ടി വരും. സോ അതിനായിട്ട് ഇവിടെ പൊക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഇൻട്രോ വെച്ചൊക്കെ കൊടുത്തിട്ട് ഒരു രസമല്ലേ നിൽക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോവാം. ഒരു 10. ഇതിപ്പോൾ -18 -59 വരെ എന്തോ ഇല്ലേ? പുതിയ അപ്ഡേറ്റിൽ അങ്ങനെ എന്തോ ഉണ്ട്, -59 വരെ എന്തോ ഉണ്ട്. സോ നമ്മൾ വീണ്ടും ഒരു മൈൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ടോർച്ചൊക്കെ അടുത്ത് ഇവിടെ കയറേണ്ടി വരും. സോ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കുഴിച്ച് നോക്കട്ടെ. കുഴിച്ച് കഴിഞ്ഞിട്ട് കുഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് വീണ്ടും പണി കിട്ടി. ഇവിടെ വീണ്ടും വെള്ളം. എന്താണുള്ളത്? എല്ലാ പണിക്കാരും ചാടിക്കും. ഞാൻ പെട്ടു, ഞാൻ ശരിക്കും പെട്ടു. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കേവാണോ? ഇതൊക്കെ എങ്ങനെ ഇതാക്കാം? എങ്ങനെയും ബ്ലോക്ക് വെച്ച് അല്ലെങ്കിൽ പൊട്ടണില്ല. ശരിക്കും ചാടുന്നുണ്ട് പ്രശ്നം. ഇത് കുഴപ്പമില്ല, അങ്ങനെയുണ്ട്. ചാക്കാം പൊട്ടണുണ്ട്. വെള്ളത്തിലാണ്ട് പൊട്ടിക്കാൻ പാടുന്ന കേസ്. കയറി. എൻ്റെ പൊന്നിനായി പണിയെടുത്ത് പോകാൻ പോണു. എനിക്കൊന്നും വയ്യ. ഇപ്പം ഇവിടെ ചെയ്ത് വേറെ വഴിക്കൂടെ പോകേണ്ടി വരും കേസ്. എല്ലായിട്ടും എന്ത് ചെയ്യാനാണ്? അപ്പം ഇവിടുത്തെ മൈനിങ് എന്തായാലും ഇവിടെ നിർത്തണം. എന്നെക്കൊണ്ടൊന്നും മൈന് നോക്കിയാലോ. ആ വഴി കുറേ ഒന്ന് കുഴിച്ച് നോക്കാം. അപ്പം അവിടെ എന്തെങ്കിലും ഒരു ഇവിടെ തായിട്ട് അങ്ങനെ കുഴപ്പമുണ്ടാവും, ആർക്കറിയാം. എന്തായാലും ടോർച്ച് തീരുന്ന അവിടെ ഞാൻ മൈൻഡ് ചെയ്യാണ് കേസ്. അതെങ്ങനെ മൈനിങ് എടുത്ത് പോകാൻ പോകണം. എനിക്ക് കൂടിയാണ്. കുറച്ചൊന്നും കുറിച്ച് നോക്കട്ടെ ഒന്നും കൂടെ, വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് പിക്കാക്സ് പടം. നെക്സ്റ്റ് അടുത്തത് നമുക്ക് പോവാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലാഡർ അങ്ങനെ മൊത്തം തീർന്നു. ടോർച്ചല്ല തീർന്നു, ലാഡറാണ് തീർന്നത്. ശരി, നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. മുകളിൽ നേരെ വെച്ച് പിടിക്കുക. ലാഡർ ഇരുന്നു. അതിന് മുമ്പ് ഇതിപ്പോൾ എന്താണ് ബെഡ്. ഓക്കെ, ഇപ്പോൾ രാത്രി ആയിരുന്നു. ലക്ക് പക്കടക്കണതൊക്കെ രാവിലെ ഇത് കുടിക്കാം. ഇടപെട്ടോ എനിക്ക് വേണം. നമുക്ക് നേരെ മുകളിൽ വെച്ച് പിടിക്കാം. സോ ലൂട്ടായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ച് മൈൻഡ് ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് ലൂട്ട് പോലെ അങ്ങനെ കിട്ടുമായിരുന്നു. ഒന്നും കിട്ടിയില്ല ഗൈസ്, ഒന്നും കിട്ടിയില്ല. ലൂട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് ലാപ്പിസ് ലസൂലിയും പിന്നെ കുറച്ച് കോപ്പറും കിട്ടി, അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. സോ ഒരു ഇറ്റികളും തയ്യാറായിരുന്നു തോന്നിയിരിക്കും. അയാളാണ് എടുക്കുന്നത്. ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും ഒരു അയൺ ആർമർ ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ ഇന്ന്, പക്ഷേ നടന്നില്ല.
ആർമറിന് വേണ്ടിയുള്ള ഇതിലായിരുന്നു ഞാൻ. പക്ഷെ നടന്നില്ല ഗൈസ്. ആയിട്ടോണോ പോയി നടന്നില്ല. ഞാൻ പിന്നെ വേറെ ഇതിനയുടെ എന്താണ് മനസ്സിലാവാൻ വേണ്ടി ഒരു പില്ലർ പോലെ പണിതിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സിലാവാതെ വേറെ മുകളിൽ പോയി കളയും, പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പിക്കാക്സ് പൊട്ടി തിരിച്ചു വന്നപ്പോഴേ കുറച്ച് കിടന്ന് കറങ്ങി സംഭവം നോക്കാൻ വേണ്ടി. ഞാനിവിടെ വെള്ളം കാണുക വിചാരിച്ചിട്ടൊക്കെയാണ് കാരണം അത്യാവശ്യം കുറേ ദൂരത്ത് തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ ഒന്നും പോരാ, കുറച്ച് അപ്പുറത്ത് നിന്നാണ്. പക്ഷേ കുറേ ദൂരം നമുക്ക് ചെയ്യാനും പറ്റില്ല, അതാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെ പോയി കഴിഞ്ഞാലേ അതും പാടാണ്. സോ എന്തായാലും നമുക്കിനി പോവാം. പ്രത്യേകിച്ച് ഒരു കുന്തവും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. ഇനി എന്താണ് നാളത്തെ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഞാൻ എന്താ പറയുക മറ്റേ കുറച്ചൊക്കെ ഒന്ന് ഇതാക്കി വെച്ചേക്കാം. എന്താണ് കുറച്ചൊക്കെ ആ ഒരു മൈനിങ്ങും ഫുള്ള് തീർത്തിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് മൈനിങ് നോക്കാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എല്ലാം എന്ത് ചെയ്യാനാ. സോ ഒന്നത്തോടെ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.